കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇന്ത്യൻ മാർക്കറ്റ് 24,700 എന്ന റേഞ്ചിനടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 25,000 എന്ന ലെവൽ മറികടക്കാൻ മാർക്കറ്റ് പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും 25,000 എന്ന ലെവലിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിന് പിന്നിലെ പ്രധാന കാരണം മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിക്കാൻ ശേഷിയുള്ള ഫ്രഷ് ട്രിഗറുകളുടെ അഭാവവും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് സെല്ലിംഗ് ആക്ടിവിറ്റിയിലുള്ള ഇൻകൺസിസ്റ്റൻസിയുമാണ്. കൂടാതെ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ അപ്ഡേറ്റും ഗ്ലോബൽ മാർക്കറ്റിനെ വോളറ്റൈലാക്കുന്നുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി വീക്ക്ലി ബേസിസിൽ 0.4% ഇടിഞ്ഞെങ്കിലും മന്ത്ലി ബേസിസിൽ 2% ഉയർന്നു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളുടെ പെർഫോമൻസ് നോക്കിയാൽ വീക്ക്ലി ബേസിസിൽ മിഡ് ക്യാപ് ഇൻഡെക്സും സ്മോൾ ക്യാപ് ഇൻഡെക്സും 1% ഉയരുകയും ചെയ്തു. മന്ത്ലി ബേസിസിൽ ഇന്ത്യൻ മാർക്കറ്റ് 2% ഉയർന്നത് ലാർജർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് പോസിറ്റീവാണ് അല്ലെങ്കിൽ ബുള്ളിഷ് ആണ് എന്നുള്ള സൂചനയാണ് നൽകുന്നത്. 23,800 എന്ന 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ലാർജർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ്. റീസെൻ്റ്ലി 23,500 എന്ന 50 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് 23,800 എന്ന 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ ഫോം ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം ഷോർട്ട് ടൈം ഫ്രെയിമിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ചെറിയ രീതിയിൽ ബിയറിഷായി തുടങ്ങിയിട്ടുണ്ട്. അതിന് പിന്നിലെ പ്രധാന കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയായി മാർക്കറ്റ് നേരിടുന്ന കൺസോൾട്ടേഷനും ഹയർ സൈഡിൽ നിന്നും അതായത് 25,000 എന്ന ലെവലിൽ നിന്നും വന്ന പ്രൈസ് റിജക്ഷനുമാണ്. 25,100, 25,300 തുടങ്ങിയ റേഞ്ചുകൾ നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുമ്പോൾ 24,450 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. ഇവിടെ ഷോർട്ട് ടൈം മീഡിയം ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഷോർട്ട് ടൈം ഫ്രെയിമിനോടൊപ്പം തന്നെ ലാർജ് ടൈം ഫ്രെയിമിനെ കുറിച്ചും നമ്മൾക്കൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ബുള്ളിഷ് റിവേഴ്സൽ എന്ന ട്രെൻഡ് പാറ്റേൺ കാണാൻ സാധിക്കുന്നതും നമ്മൾക്ക് വാല്യൂ ബൈയിങ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതുമായ ചില സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. അതിനു മുൻപേ ഓവറോൾ മാർക്കറ്റിൽ നടക്കുന്ന ഒരു ട്രെൻഡിനെ കുറിച്ച് കൂടി പറയാം. മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന ട്രെൻഡ് ബൈ ഓൺ ഡിപ്പ് സെൽ ഓൺ റൈസ് എന്ന ട്രെൻഡാണ്. മാർക്കറ്റ് റെസിസ്റ്റൻസ് സോണിന് അടുത്തെത്തുമ്പോൾ സെല്ലിംഗ് നടക്കുകയും സപ്പോർട്ട് സോണിന് അടുത്തെത്തുമ്പോൾ ബൈയിങ് നടക്കുകയും ചെയ്യുന്നു. 25,000 മാർക്കറ്റിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുന്നു. ഈ ഫാക്റ്റുകളൊക്കെ പരിഗണിച്ച് വേണം നമ്മൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കാൻ. ഒന്നാമത്തെ സ്റ്റോക്ക് സ്വിഗ്ഗി എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്കിൽ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിരുന്നു. ഒരു ചാനൽ പാറ്റേണിലുള്ള ട്രെൻഡ് ലൈൻ ആയിരുന്നു സ്റ്റോക്ക് ഫോളോ ചെയ്തു വന്നത്. അതിനുശേഷം സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതായത് കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഒരു മൊമെൻറ്റം ഷിഫ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. കൂടാതെ ഏപ്രിൽ മെയ് തുടങ്ങിയ മാസങ്ങളിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ഒരു വാല്യൂ ബൈയിങ് സെറ്റപ്പും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ സ്വിഗ്ഗി എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ കൺസോൾട്ടേഷൻ 2 മുതൽ 3 ആഴ്ച വരെ നീണ്ടു നിന്നേക്കാം. കൺസോൾട്ടേഷന് ശേഷം ചെറിയ രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ടും ബുള്ളിഷ് റിവേഴ്സലും വരാനുള്ള സാധ്യതയുണ്ട്. RSIയും സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 330 എന്ന റേഞ്ചിന് മുകളിൽ സ്വിഗ്ഗി എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാം. സ്വിഗ്ഗി ഡൗൺവേർഡ് ട്രെൻഡ് അവസാനിപ്പിച്ച് കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം ഒരു ബോട്ടം ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയാണ്. 330 മുകളിൽ വരും സമയങ്ങളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 350, 375 തുടങ്ങിയ ടാർഗറ്റ് സ്വിഗ്ഗി എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ബുള്ളിഷ് റിവേഴ്സലിൻ്റെ സൂചനകൾ കാണാൻ സാധിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. 105 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ഹറാമി രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേണും കാണാൻ സാധിക്കും. RSI നോക്കുകയാണെങ്കിൽ വീക്ക്ലി RSI 50 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 104, 106 തുടങ്ങിയ റേഞ്ചുകൾക്കിടയിൽ സ്റ്റോക്കിനെ അക്കോമുലേറ്റ് ചെയ്യാം. 98 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 119, 120 പോലുള്ള ടാർഗറ്റുകൾ സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. അല്പം സമയമെടുത്തേക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു സ്റ്റോക്ക് കാസ്ട്രോൾ ആണ്. ലോങ് ടൈം പൊസിഷൻ പോയിന്റ് ഓഫ് വ്യൂവും കഴിഞ്ഞ വീഡിയോയിൽ കാസ്ട്രോളിനെ കുറിച്ചും കാസ്ട്രോളിൻ്റെ ടെക്നിക്കൽ പാറ്റേണിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാസ്ട്രോൾ ഏകദേശം 205, കാസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം 205, 213 തുടങ്ങിയ റേഞ്ച് ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 216 എന്ന റേഞ്ചിലേക്ക് സ്റ്റോക്ക് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് 213 എന്ന കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്നും സ്റ്റോക്ക് പുറത്ത് കടന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിനെ നമ്മൾ പരിഗണിക്കുന്നത്. 10% വരെയുള്ള അപ്സൈഡ് ടാർഗറ്റാണ് കാസ്ട്രോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിൽ നമ്മൾ എയിം ചെയ്യുന്നത്. 202 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് കാസ്ട്രോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ 214, 215 തുടങ്ങിയ റേഞ്ചുകളിൽ അക്കുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 230, 240 പോലുള്ള ടാർഗറ്റുകളാണ് ലഭിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്